മറ്റൊരു പ്രധാനപ്പെട്ട കുറ്റകൃത്യം ഇന്ന് സംഭവിച്ച തലസ്ഥാനത്താണ്. തിരുവനന്തപുരം കല്ലിയൂരിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു. കല്ലിയൂർ സ്വദേശി ബിൻസിയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് സുനിലിനെ കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. ഹരിതകർമ്മസേനയിലെ അംഗമാണ് കൊല്ലപ്പെട്ട ബിൻസി. തിരുവനന്തപുരം കല്ലിയൂരിലാണ് സംഭവം. ഭാര്യയെ വെട്ടിക്കൊല്ലുന്ന സാഹചര്യം. ഹരിതകർമ്മ സേനാംഗമായിട്ടുള്ള ബിൻസിക്കാണ് ദാരുണമായിട്ടുള്ള അന്ത്യം സംഭവിച്ചത്. എന്തായിരിക്കാം ഈ പ്രകോപനത്തിന് കാരണം? ദീർഘകാലമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഒരുപാട് സംശയങ്ങൾ ബാക്കിയാകുന്നു. തിരുവനന്തപുരം കല്ലിയൂരിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊല്ലുന്ന സാഹചര്യം. ഇവിടെ പോലീസിന്റെ പരിശോധനയും ഒക്കെ നടക്കുന്നു. പോലീസ് കസ്റ്റഡിയിലാണ് നിലവിൽ സുനിലുള്ളത്. ഏറെക്കുറെ വ്യക്തത വരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. എന്താണ് ഈ വഴക്കിന് കാരണം, അല്ലെങ്കിൽ വെട്ടിക്കൊല്ലാൻ പാകത്തിനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നൊക്കെ പോലീസ് പരിശോധിക്കുന്നു. കല്ലിയൂർ സ്വദേശി ബിൻസിക്കാണ് ദാരുണമായിട്ടുള്ള അന്ത്യം സംഭവിച്ചത്. ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊല്ലുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കേരളത്തിൽ പലയിടത്തും ഇത്തരത്തിലുള്ള വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അത് ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം. അരുൺ, എന്താണ് അരുൺ സംഭവിച്ചത്? ഈ കല്ലിയൂരിൽ ഈ ബിൻസി എന്ന് പറയുന്ന ഹരിതകർമ്മ സേനാംഗത്തെ ഭർത്താവ് വെട്ടിക്കൊല്ലാനുള്ള സാഹചര്യം എന്താണ്? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സംശയരോഗമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കല്ലിയൂർ സ്വദേശിയായ സുനിൽ ഒരു നിർമ്മാണ തൊഴിലാളിയാണ്. ഒപ്പം സ്ഥിരം മദ്യപാനി കൂടെയാണ്. ഇന്നലെ രാത്രിയായിരുന്നു ഈ ഒരു സംഭവങ്ങൾക്കൊക്കെ അരങ്ങേറിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സുനിൽ മദ്യപിച്ചെത്തുന്ന സമയത്ത് ഈ ബിൻസി ഫോണിലിരിക്കുകയായിരുന്നു, ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതേ ചൊല്ലിയുള്ള ഒരു തർക്കമാണ് അത് ഒരു സംഘർഷത്തിലേക്കും തുടർന്ന് ഒരു കൊലപാതകത്തിലേക്കൊക്കെ എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴുത്തിലേറ്റ വെട്ടാണ് ഈ മരണകാരണമെന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ദമ്പതികൾക്ക് 2 കുട്ടികളാണുള്ളത്. 2ഉം 4ഉം വയസ്സുള്ള 2 കുട്ടികളാണുള്ളത്. ഇവർ രാവിലെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് സുനിൽ രാവിലെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു. അതേസമയം ഹരിതകർമ്മ സേനയിലെ ജീവനക്കാരിയാണ് ഈ പറയുന്ന ബിൻസി. സഹപ്രവർത്തകർ പതിവ് പോലെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് കൊണ്ടും കാണാത്തത് കൊണ്ടും വീട്ടിലെത്തിയപ്പോഴായിരുന്നു ഇവർ വീട്ടിനകത്ത് കിടക്കുന്നവർ അവർ കാണുന്നത്. തുടർന്ന് സംശയം തോന്നിയ ഇവർ നാട്ടുകാരെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ശാന്തിവിള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ഉണ്ടായത്. ഇപ്പോൾ ഇവരുടെ മൃതദേഹം മറ്റ് നടപടിക്രമങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അവിടുത്തെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് നൽകും. അതേസമയം സുനിൽ ഇപ്പോൾ നേമം പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അരുൺ, അതായത് ഇന്നലെ രാത്രിയാണ് ഈ വെട്ടി പരിക്കേൽപ്പിക്കുന്നത്. അപ്പോൾ മരണം അപ്പോൾ തന്നെ സംഭവിച്ചിരുന്നു എന്നാണോ? അയാൾ ആരോടും അറിയിച്ചില്ല? രാവിലെ ഹരിതകർമ്മസേനയിലെ സഹപ്രവർത്തകർ എത്തിയപ്പോൾ മാത്രമാണോ സംഭവം അറിയുന്നത്? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാൾ സ്ഥിരം ഒരു പ്രശ്നക്കാരനായതുകൊണ്ട് സമീപവാസികളുമായി ഒരു ബന്ധം പുലർത്തി വന്നിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മദ്യപിച്ചു വന്ന് സ്ഥിരം ബഹളം ഉണ്ടാക്കുക ഒക്കെ പതിവായിരുന്നു. വീട്ടിൽ പതിവുണ്ടാവും. അങ്ങനെ ഒരു ബഹളമായിരിക്കും ഇന്നലെ നടന്നു എന്നുള്ളതായിരിക്കാം സമീപവാസികൾ മനസ്സിലാകുന്നത്. പതിവ് പോലെ ഉണ്ടായ ബഹളം മാത്രമേ ഇത് കേട്ടിരിക്കും. അതേസമയം ഇന്നലെ വെട്ടേറ്റ കാര്യം അറിയുന്നില്ല. കുട്ടികളും ആ സമയം ഉറങ്ങിയിരുന്നു. കാരണം രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. തുടർന്ന് ഇവരും അറിയുന്നില്ല. ഇയാൾ പതിവ് പോലെ രാവിലെ കുട്ടികളെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ബസ്സിൽ കയറ്റി വിടുന്ന ഒരു അവസ്ഥയാണ്. ഒരുപക്ഷെ ഇയാൾ അറിഞ്ഞിരിക്കാം മരണം നടന്നിരുന്നെന്ന് മനസ്സിലാക്കിയിരിക്കാം. പക്ഷേ ഹരിതകർമ്മ സേന എത്തി അംഗങ്ങളും പരിസരവാസികളും എത്തി പരിശോധിച്ചപ്പോഴാണ് ഇവരുടെ കഴുത്തിലെ മുറിവ് കാണുന്നതും തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഉണ്ടായത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതായത് ഇയാൾ ആ വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം മരണം ഉറപ്പിക്കുകയായിരുന്നു. അതുവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ ശ്രമിച്ചില്ല, ആരോടും പറയാൻ തുനിഞ്ഞില്ല, കുട്ടികൾ അറിഞ്ഞില്ല. ഇയാൾ അവിടെ ഉണ്ടായിരുന്നു രാവിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആ വീട്ടിലെത്തുമ്പോൾ? ഇയാൾ പരിസരത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീർച്ചയായും ഇദ്ദേഹത്തെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നു. തന്റെ ഭാര്യയ്ക്ക് ഉണ്ടായ അപകടം വ്യക്തമായി തന്നെ അറിയാമായിരുന്നു. വ്യക്തമായി തന്നെ അതിനെ മറച്ചുവെച്ചുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഇത് മുന്നോട്ട് പോവുകയായിരുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ ആശുപത്രിയിലെത്തി രക്ഷിക്കാൻ ആയിരുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോഴും വിലയിരുത്താൻ കഴിയുന്നത്. എന്തായാലും ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ മറ്റു കാര്യങ്ങളിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ളതാണ് നേമം പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ കുറ്റം സമ്മതിച്ചു എന്നുള്ളതാണ് നമുക്ക് സ്ഥിരീകരിക്കാത്തൊരു വിവരം. എന്തായാലും ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ നിലവിൽ ചോദ്യം ചെയ്തു വരുന്ന ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത്.
ശരി, അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും ദാരുണം, ആ വീട്ടിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, 2 വയസ്സും 4 വയസ്സുമുള്ള കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങൾ കൂടിയാണ് അവിടെ അനാഥരാകുന്നത്. ചെറിയൊരു വീടാണ്, ഒരു ഷീറ്റ് മാത്രം മേൽക്കൂരയായി 4 ചുവരുള്ള വീട്ടിൽ, ആ വീടിനുള്ളിൽ നടന്ന കൊലപാതകമാണ്. പക്ഷേ അയൽവാസികൾക്ക് ഒന്നും രാത്രിയിൽ അതിലൊരു വ്യക്തത വന്നില്ല. വെട്ടേറ്റ് ആ സ്ത്രീ രക്തം വാർന്ന് മരിക്കുന്ന ഒരു സാഹചര്യം രാവിലെ സഹപ്രവർത്തകർ എത്തിയപ്പോൾ മാത്രമാണ്, അത് വിളിച്ചിട്ട് കിട്ടാത്തപ്പോൾ എത്തിയപ്പോൾ മാത്രമാണ് ബിൻസി എന്ന യുവതി അവിടെ മരിച്ചു കിടക്കുന്നത് കാണുന്നത്. സംശയരോഗം മൂലമുണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങൾക്കൊക്കെ എത്രമാത്രം വിലയാണ് നൽകേണ്ടി വരുന്നത് എന്നുള്ളതാണ്. 2 പിഞ്ചു കുഞ്ഞുങ്ങൾ, 2 വയസ്സും 4 വയസ്സുമുള്ള കുട്ടികളാണ് അവർക്കുള്ളത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. ബിൻസിയുടെ ജീവൻ നഷ്ടമാകുന്നത് ഉറപ്പിക്കുകയായിരുന്നു മദ്യപിച്ച് സംശയം പുലർത്തിയിരുന്ന ഭർത്താവ്. അയാളിപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. സുനിൽ എന്നാണ് അയാളുടെ പേര്. എന്നാൽ നേമം പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നു. ഏറെക്കുറെ കുറ്റം സമ്മതിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും അല്പസമയത്തിനകം തന്നെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബിൻസിയുടെ മൃതദേഹം സംസ്കാരത്തിന് എത്തിക്കുമെന്നാണ് അറിയുന്നത്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത് കല്ലൂരിൽ നിന്ന്.